ഒരു ചിങ്ങക്കാറ്റിൻ തേരിൽ വരവായി തെക്കളം ചൂടുന്ന പൂവിൻ ഇതളിൽ ഒരു പുത്തൻ. ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതിപ്പം ഞാൻ 1 കപ്പ് ചേന ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്ത കടലയാണിത്. ഇതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കീറിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് 1/4 കപ്പ് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. ഇതിപ്പം തേങ്ങ ചുവക്കെ വറുത്തെടുത്തതാണ്. ഇതൊരു 1/4 കപ്പ് വേണം. ഇതിപ്പോൾ അരയ്ക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1 പീസ് വെളുത്തുള്ളി, 2 പീസ് ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം, മത്തങ്ങ ഇട്ട് കൊടുക്കാം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വിസിലിട്ട് ഒരു 2 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കും. 2 വിസിൽ കേട്ട് എടുത്തതാണ്. ഇതിപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ടിക്ക് അരച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പം അതിൻ്റെ കണക്കിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിപ്പോൾ വെജിറ്റബിൾസിൽ നിന്ന് വെള്ളം ഇറങ്ങിയതാണ്. 1/4 കപ്പ് വെള്ളം മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. എരിശ്ശേരി ഇവിടെ തയ്യാറായി. ഇതിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒരു 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ തയ്യാറായി. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എരിശ്ശേരി ഇവിടെ തയ്യാറായി. ഇതിന് മീതെ ഈ താളിച്ചത് ഇട്ട് കൊടുക്കാം. എരിശ്ശേരി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.